സഖാവ് എം.എ. ബേബിയാണ് ഇനി CPM-നെ നയിക്കുക. നമുക്കറിയാം അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്തുൾപ്പെടെ SFI-യുടെ പ്രസിഡന്റ് ആയിക്കൊണ്ട് ഒപ്പം തന്നെ ജയിൽ ജീവിതം അനുഭവിച്ചുകൊണ്ട് കടന്നുവന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ യുവജന പ്രസ്ഥാനത്തിലൂടെയൊക്കെ കടന്നു വന്നുകൊണ്ട് ഒപ്പം തന്നെ പാർട്ടിയുടെ ഒരു ദേശീയ തലത്തിലുള്ള മുഖമായി മാറിക്കൊണ്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ ഏത് തരത്തിലും അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ അതിന്റെ സൈദ്ധാന്തികമായിട്ടുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ ഒരു പക്ഷേ അതിൽ മറുപടി പറയുന്ന ഒരാൾ എം.എ. ബേബിയാണല്ലേ? മാത്രമല്ല എം.എ. ബേബി എന്ന് പറയുന്ന നേതാവ് KSF എന്ന വിദ്യാർത്ഥി സംഘടനയിലൂടെ എത്തുന്നു. അതിനുശേഷം SFI രൂപീകരിക്കപ്പെടുമ്പോൾ തന്നെ അതിനൊപ്പമുണ്ട്. SFI-യുടെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ എന്ന പദവി കൂടി അദ്ദേഹത്തിനുണ്ട്. അതും മാത്രമല്ല ഇന്ത്യൻ പ്രതിനിധിയായിട്ട് ലോക യുവജന വിദ്യാർത്ഥി സമ്മേളനം ഹവാനെ നടക്കുമ്പോൾ അതിൽ പങ്കെടുത്ത ആളാണ് സഖാവ് എം.എ. ബേബി. അന്നു മുതൽ ഇന്ന് വരെ രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നതിനകത്ത് എം.എ. ബേബി മുന്നോട്ട് വെച്ചിട്ടുള്ള പല രീതികളുണ്ട്. അത് ദർശന സാഹിത്യമായാലും ശരി, കമ്മ്യൂണിസ്റ്റ് സാഹിത്യമായാലും അതിലെല്ലാം തന്നെ പരന്ന വായനയിലൂടെ അദ്ദേഹം സൃഷ്ടിച്ചെടുത്ത കാര്യം. നേരത്തെ അടിയന്തരാവസ്ഥയുടെ കാര്യം പറയുമ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് SFI-യുടെ സംസ്ഥാന നേതാവായിരുന്ന ആളാണ് എം.എ. ബേബി. അതോടുകൂടി അടിയന്തരാവസ്ഥയിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും കൊടിയ മർദ്ദനങ്ങൾക്ക് ഇരയാകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ DYFI-യുടെ അഖിലേന്ത്യാ നേതൃത്വത്തിലേക്ക് എത്തുകയും അങ്ങനെയാണ് DYFI SFI അഖിലേന്ത്യാ നേതൃത്വത്തിലേക്ക് എത്തുമ്പോഴാണ് രാജ്യസഭയിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. 86-ൽ അദ്ദേഹം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ രാജ്യസഭാ അംഗമായിരുന്നു അന്ന് CPM-ൻ്റെ എം.എ. ബേബി എന്ന് പറയുന്നത്. അങ്ങനെ അതെ, അതോടൊപ്പം തന്നെ 92-ൽ അദ്ദേഹം രാജ്യസഭയിലേക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ. അതോടൊപ്പം തന്നെ 86-ൽ SFI-യുടെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ. അങ്ങനെ എല്ലാ തരത്തിലും വളരെ ചെറുപ്പകാലം തൊട്ടേ, അതായത് താഴെത്തട്ട് മുതൽ വളർന്നു വന്ന താഴെത്തട്ട് മുതൽ പ്രായോഗിക രാഷ്ട്രീയത തിരിച്ചറിഞ്ഞു വന്നിട്ടുള്ള ഒരു നേതാവാണ് എം.എ. ബേബി എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതുകൊണ്ട് തന്നെ സഖാവ് എം.എ. ബേബിയിലേക്ക് 20ാമത്തെ പാർട്ടി കോൺഗ്രസ് കോഴിക്കോട് നടക്കുന്ന സമയത്താണ് പോളിറ്റ് ബ്യൂറോയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതിനുശേഷം 24ാമത്തെ പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുമ്പോൾ പാർട്ടിയുടെ അമരത്തേക്ക്, പാർട്ടിയുടെ തേരാളിയായി ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം 2016 മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എം.എ. ബേബിയുടെ കയ്യിലേക്ക് ഇതെത്തുകയാണ്. പാർട്ടി കോർഡിനേറ്റർ, പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനം ജനറൽ സെക്രട്ടറി മരണപ്പെട്ടതിന് ശേഷം പാർട്ടി കോർഡിനേറ്റർ എന്ന പദവിയിൽ നിൽക്കുന്ന പ്രകാശ് കാരാട്ട് ഒറ്റ പേര് മാത്രമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് സഖാവ് എം.എ. ബേബിയുടെ പേരായിരുന്നു. ആ എം.എ. ബേബിയുടെ പേരിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് പോളിറ്റ് ബ്യൂറോ എടുത്തത്. കേന്ദ്ര കമ്മിറ്റി അതിന് അംഗീകാരം കൊടുക്കുമ്പോൾ ഇപ്പോൾ പാർട്ടി 24ാം പാർട്ടി കോൺഗ്രസിൽ എം.എ. ബേബി, മറിയം അലക്സാണ്ടർ ബേബി എന്ന് പറയുന്ന പ്രാക്കുളങ്കാരനായ മനുഷ്യൻ വളരെ ദർശന സാഹിത്യത്തോടുകൂടി തന്നെ, ഞാനത് എപ്പോഴും എടുത്തു പറയാനുള്ള കാരണം സാധാരണ രീതിയിലുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ള തൃശ്ശൂർ നടക്കുന്ന സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. വെട്ടിക്കൊല്ലുന്നത് മാത്രമല്ല, വാവിട്ട വാക്കുപോലും ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്നതല്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതായത് മാറ്റം അനിവാര്യമാണ്, തുടർച്ച പിന്നെയും അത്യാവശ്യമാണെന്ന് പറയുന്ന ഒരു രീതി അദ്ദേഹം തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും പല രീതിയിലും ഒരു മാതൃകയായിട്ടുള്ള വ്യക്തി കൂടിയായിരുന്നു എം.എ. ബേബി. നമ്മൾ സൂചിപ്പിക്കുമ്പോൾ സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റ് ആശയം പിന്തുടരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അധികാരമല്ല അവരെ മുന്നോട്ട് വെക്കുന്നത്, അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളതല്ല. എം.എ. ബേബിയുടെ പാർലമെന്ററി രാഷ്ട്രീയം നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം 2 തവണ രാജ്യസഭാ അംഗമായിട്ടുണ്ട്. അദ്ദേഹം മത്സരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 2 തവണ കുണ്ടറയിൽ നിന്ന്, ഒരു തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ലോക്സഭാ 2006-ൽ അദ്ദേഹം കുണ്ടറയിൽ നിന്ന് ആദ്യമായിട്ട് നിയമസഭയിൽ എത്തുന്നു. 2011-ൽ വീണ്ടും അദ്ദേഹത്തെ കുണ്ടറ തെരഞ്ഞെടുക്കുന്നു. പക്ഷേ 2014 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം NK പ്രേമചന്ദ്രനോട് പരാജയപ്പെടുകയും കുണ്ട്ര നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം പിന്നാക്കം പോവുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം പാർട്ടി കമ്മിറ്റിയിൽ അറിയിച്ചത്, എൻ്റെ ജനങ്ങൾക്ക് എന്നോടുള്ള വിശ്വാസം, പാർട്ടിയോടുള്ള വിശ്വാസം അവിടെ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാവുന്നു, ഞാൻ അതുകൊണ്ട് നിയമസഭാംഗത്വം രാജിവെക്കട്ടെ എന്നൊരു വിഷയം അദ്ദേഹം സംസാരിച്ചെന്നും അത് വിവാദമാവുകയും ചെയ്തു. എന്നാൽ അതിന് പാർട്ടി അനുമതി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. തുടർന്നാണ് അദ്ദേഹം 2016-ൽ അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുന്നത്. 2016-ലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തോട് നിയമസഭയിലേക്ക് ഇനി മത്സരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു മറുപടിയുണ്ട്, എനിക്ക് ശേഷവും മറ്റു യുവ നേതാക്കളുണ്ട്, അവർക്ക് അവസരം നൽകണം, ഞാൻ മാത്രമല്ല ഇവിടെ ഇരിക്കേണ്ടത്, ഞാൻ മാത്രമല്ല മത്സരിക്കേണ്ടത്, 2 തവണ രാജ്യസഭയിലേക്കും 2 തവണ നിയമസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി പാർലമെന്ററി കാര്യ രാഷ്ട്രീയ രംഗത്തേക്ക് ഞാൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് ഡൽഹിക്ക് വണ്ടി കയറിയ ആളാണ് സഖാവ് എം.എ. ബേബി. അതുകൊണ്ട് പിന്തുടർച്ച അല്ലെങ്കിൽ പുതിയ തലമുറ യുവരക്തം സംഘടനയിലേക്ക് വരണം, അങ്ങനെ ഒരു ഒഴുക്കുണ്ടെങ്കിൽ മാത്രമേ സംഘടനാ പ്രവർത്തനം അതിന്റെ രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കൂ എന്ന് ഉറപ്പിച്ചു പറയുകൂടി ചെയ്ത നേതാവാണ് എം.എ. ബേബി. നമ്മൾ ഈ അടിയന്തരാവസ്ഥ കാലത്ത് പറഞ്ഞു, അടിയന്തരാവസ്ഥ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ യുവജന സംഘടനകൾ SFI പോലുള്ള പ്രസ്ഥാനവും ഒക്കെ കടന്നുപോയിട്ടുള്ള അവസ്ഥ നമുക്കറിയാം. ആ സമയത്ത് SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു എം.എ. ബേബി. ആ തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം തുടങ്ങുന്നതെന്ന് പറയുമ്പോൾ തന്നെ ആ നേതാവ് എത്രമാത്രം
കടന്നുപോയിട്ടുള്ള പാതകൾ അത് എത്രമാത്രം കല്ലും മുള്ളും നിറഞ്ഞാണെന്ന് നമുക്ക് ഓർക്കാൻ പറ്റും. കാരണം ആ ഘട്ടത്തിൽ SFIയുടെ ജനിച്ച സമയമാണല്ലേ, ശിശുവാണ് SFI എന്ന ആ കാലഘട്ടത്തിൽ. KSF-ൽ നിന്ന് SFIയിലേക്ക് പരിണതപ്പെട്ടതിന് സമയം അടിയന്തരാവസ്ഥ കാലമാണ് ഒരുപക്ഷെ SFI എന്ന വിദ്യാർത്ഥി സംഘടനയെ വളരെ ശക്തമാക്കി നിർത്തിയത്. തിരിച്ചടികൾ അനേകമുണ്ടായിരുന്നു. സഖാവ് ദേവപാലനെ തുടങ്ങുന്ന SFIയുടെ രക്തസാക്ഷികളുടെ ചരിത്രം ആരംഭിക്കുന്നത് 72 മുതലാണ്. ആ 72 മുതലുള്ള ചരിത്രത്തിൽ തന്നെ നമുക്കറിയാം സഖാവ് MA ബേബിയെ പോലെയുള്ളവർ നേതൃനിരയിലേക്കുണ്ട്. ആ നേതൃത്വം സഖാവ് MA ബേബി, G സുധാകരൻ, AK ബാലൻ, കൊടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയവരെല്ലാം, C ഭാസ്കരൻ തുടങ്ങിയവരെല്ലാം ആ സമയത്ത് SFIയെ നയിച്ചിട്ടുള്ളവരാണ്. ആ SFIയുടെ നേതൃത്വത്തിന്റെ, അതായത് നേരത്തെ മധുരയിൽ നിന്ന് കണ്ണൻ ഇന്നലെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, 90കളിൽ PB-യിലേക്കും സെൻട്രൽ കമ്മിറ്റിയിലേക്കും ഒക്കെ വന്നിട്ടുള്ള ഒരു നേതൃനിരയായിരുന്നു. അപ്പോൾ ഒരു തലമുറ മാറ്റം വേണം. ഇനി നമുക്കറിയാനുള്ളത് അത് തന്നെയാണ്. CC-യിൽ എത്രമാത്രം മാറ്റം വരും, കേന്ദ്ര കമ്മിറ്റിയിൽ അതെ PB-യിലേക്ക് ആരൊക്കെ വരും, CC-യിൽ എത്രമാത്രം മാറ്റം വരും എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതുണ്ട്. ഇവിടെ MA ബേബി, ഒപ്പം തന്നെ MA ബേബി നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ പാർലമെന്ററി രാഷ്ട്രീയത്തെ പറ്റി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അദ്ദേഹം. 2006 വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ആ സമയത്ത് സ്കൂളിൽ പഠിച്ച ഒരാൾ കൂടിയാണ് ഞാൻ. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് നമുക്കറിയാം അതിനുശേഷം വന്ന വിദ്യാഭ്യാസ മന്ത്രിയോട് താരതമ്യപ്പെടുത്തി MA ബേബിയുടെ ആ കാലഘട്ടത്തെ നമുക്കറിയാം. അങ്ങനെ എന്താണോ അദ്ദേഹത്തിന്മേൽ പാർട്ടി സർക്കാർ അദ്ദേഹത്തിന്മേൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അത് ഏറ്റവും ഭംഗിയായി ഏറ്റവും മനോഹരമായി അത് ചെയ്തു തീർക്കുന്ന ഒരു നേതാവ്, സഖാവ് കൂടിയാണ് MA ബേബി എന്നതിൽ ഒരു സംശയവുമില്ല. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അക്ഷയ പറഞ്ഞല്ലോ. 2006 അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോഴാണ് മതമില്ലാത്ത ജീവൻ എന്ന് പറയുന്ന വിവാദമായിട്ടുള്ള പാഠപുസ്തകത്തിലെ ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നത്. സ്വാശ്രയ കോളേജുകളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ സമരങ്ങളും അതിന്റെ തുടർചലനങ്ങൾ നടക്കുന്നത്. ഇനി അദ്ദേഹം സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു ആ കാലഘട്ടത്തിൽ. അദ്ദേഹമാണ് കലാമണ്ഡലത്തെ കൽപ്പിത സർവകലാശാലയിലേക്ക് മാറ്റുന്നത്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ. കൊച്ചി ബിനാലെ ആരാണ്?